അങ്ങോട്ടും പോണ്, മറ്റേ ട്രെയിൻ ഇങ്ങോട്ടും തന്നെ. ഫ്ലൈറ്റ് നോക്കടാ, വലിയത്. ഇത് നമ്മടെ ഓ എന്റെ പൊന്നേട്ട, ഇത്ര പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ എന്തിനാണ്? സൈക്കിൾ, ബൈക്ക്. നല്ല രസം. അപ്പൊ കോബാറൊക്കെ നമുക്ക് നല്ല സിറ്റി വൈബാണ്. അവിടെ നമുക്ക് നമ്മള് കളിക്കണ പോലെ പുറത്ത് ഇപ്പൊ റിയാദ് ദമാമൊക്കെ പോകുമ്പോ അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട്. കുഞ്ഞിക്കടി കടിച്ചൂടാ. ഇപ്പതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ആയിട്ടെന്നൊക്കെ വർക്ക് ചെയ്യുന്ന സൈറ്റിലെത്തി. അവിടെ അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാനും ബിച്ചുന്തി ഇവിടെ കുറച്ചു നേരം അകത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പത് ഈ സമയം 6 മണിയോട് അടുക്കാണ് കേട്ടോ. ഇവിടുത്തെ ഇരുട്ടായിട്ടൊന്നുമില്ല, ഇപ്പോഴും നല്ല വെയിലൊക്കെ തന്നെയാണ്. സൂര്യൻ അസ്തമിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ കയറി എല്ലാ വീഡിയോയും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്താം. നല്ല സൺ കിസിന്റെ ടൈം ആയിട്ടുണ്ട് അല്ലേ? സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ മെട്രോയാണല്ലേ? അത് ഇവിടെ മെട്രോ ഒക്കെ ഉണ്ടല്ലേ റിയാദില്? ഒരു ട്രെയിൻ അങ്ങോട്ടും പോണ്, മറ്റേ ട്രെയിൻ ഇങ്ങോട്ടും തന്നെ. എന്തേ ഇടിയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചത്? രണ്ടും ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ കറക്റ്റ് സൺസെറ്റും കൂടി വന്നിട്ട്. വിച്ചു കണ്ടാ? നിങ്ങൾ സംസാരിക്കേ. ഒരു മുതലാളിയുടെയും തൊഴിലാളിയുടെയും രോദനം. മുതലാളിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാ? അല്ല, അവൻ പോണ, അവൻ എന്ത് തന്നെ പറഞ്ഞിട്ട് അവൻ പോണ സമയമാകുമ്പോ ഞാൻ പറയും പോകാനായിട്ടില്ല. അവൻ പോകാതിരിക്കാനല്ലേ എന്നെ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ പോകും. ഇതൊക്കെ നല്ല നല്ല. വിച്ചു പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, സണ്ണിനെ പിടിച്ചോ. എന്നിട്ട് നമുക്ക് മൂണിനെ കൊണ്ടുവരാം കേട്ടാ. ഇതിങ്ങനെ സണ്ണിനെ പിടിച്ചിട്ട് മൂണ്. ഏട്ടാ എന്താന്ന് പ്രാന്തം പാലം ഉണ്ടെന്ന് അറിയാതെ. മെന്റൽ ബ്രിഡ്ജോ? അതെന്താ ബ്രിഡ്ജിന് അങ്ങനെ പേര് വരാൻ കാര്യം? നമുക്ക് ഐഡിയ കിട്ടില്ല, തെറ്റിപ്പോവും. അതാണ് ഉദ്ദേശിച്ചത്. ഓ, മറ്റേ ചുരുളിയൊക്കെ പോലെ. അതാണ് ചുരുളി. അപ്പൊ പോണ വഴി കാണാൻ പറ്റുമോ പ്രാന്തം പാലം? കാണാൻ പറ്റും. അപ്പൊ പ്രാന്തം പാലം എത്തുമ്പോ കാണിച്ചു തരാട്ടോ. ഈ പ്രാന്തം പാലയ്ക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മള് വിട്ടുവോ? അപ്പൊ നമുക്ക് കേറുന്നില്ലല്ലോ, ജസ്റ്റ് കണ്ട് വേറെ അപ്പൊ നമ്മള് ചിലപ്പോ ആ ഏരിയക്ക് പോവില്ല. പോവേണമെങ്കിൽ പ്രാന്തപാല കാണിച്ചു തരാട്ടോ. ഫ്ലൈറ്റ് നോക്കടാ, വലിയത്. ഇത് നമ്മടെ മറ്റേ ഹാരി പോട്ടറിലൊക്കെ കാണില്ലേക്കാ അല്ലെ? ഹാരി പോട്ടറിലൊക്കെ കാണുന്ന പണ്ടത്തെ ഹോളിവുഡ് പടങ്ങളിലൊക്കെ ഉള്ള ബസ്.
ഫുൾ വൈറ്റ് കളർ ബിൽഡിങ്സ് അല്ലേ? അതെങ്ങനെയാ? അതല്ല ഇപ്പൊ റിയാദ് മെട്രോ നല്ലൊരു വന്നത്. നമ്മ കണ്ട മോളിൽ കൂടി പോണ മെട്രോ അല്ലേ? ആണോ? ഇതിലെ താഴെ കൂടി പോവില്ലേ? അടിയിൽ മണലല്ലേ, പിന്നെ മണലിടിഞ്ഞു പോലും പെട്രോൾ കണ്ണേട്ടായി. ഞാൻ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഭയങ്കര ബുദ്ധി. അതല്ല, ഈ അണ്ടർഗ്രൗണ്ട് വഴി ടണല് വഴി പോണ മെട്രോ ഉണ്ടെന്നോ? മറ്റേ ഇരുമ്പിന്റെ പ്ലേറ്റ് ബണ്ടാക്കിയേക്കണി അടിയിൽ. ആണോ? ഓ, അപ്പൊ ആ മെട്രോ, ഓ അതിന്റെ സ്റ്റേഷൻ ആണല്ലേ ഇത്? മെട്രോ സ്റ്റേഷനാണ് ഈ താഴത്തല്ലേ? ഓ, അത് ഭയങ്കര സംഭവം. അപ്പൊ അത് പിന്നെ നമ്മൾ മോളിൽ കൂടി പോണത് കണ്ട്, പാലത്തിൽ കൂടി, അതപ്പോ അതെങ്ങനെ വരും? ഇറങ്ങും. അത് മറ്റേ റോളർ കോസ്റ്റ് പോലെ അപ്പൊ പോവോ? എന്റെ മുന്നിൽ തന്നെ പറ്റിക്കാൻ പറയണല്ലോ. ആണോ? അപ്പൊ റിയാദിൽ ഇങ്ങനെ സംഭവം ഉണ്ടല്ലേ? അപ്പൊ റിയാദ് മെട്രോ അതുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയിട്ട് നിക്കണതല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങക്ക് ഇത് കേട്ടിട്ട് അത്ഭുതം തോന്നണ്ട. എനിക്ക് അത്ഭുതം തോന്നണ. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു മെട്രോ എനിക്കറിയില്ല. സ്റ്റേഷൻ കണ്ടു. അപ്പൊ റിയാദിലുള്ളവർ ഇത് സത്യമുള്ള കേസാണ്, എന്നെ ഇവരുണ്ടായിരുന്നു പറ്റിക്കണതാണോന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷേ അത്യാവശ്യം എനിക്ക് അത് ഈ സീറ്റിന്റെ അത്യാവശ്യം എനിക്കറിയാം. റിയാദ് മെട്രോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഫെയിമാണ്. അങ്ങനെ ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയാണ് ടണൽ വഴി പോയിട്ട് ഇങ്ങനെ പാലം വഴി കയറി. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? റിയാദ് എന്താ പറയുക, റിയാദ് മെട്രോയിൽ കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. വണ്ടി കുലുങ്ങണതാ? എന്തിനാ വണ്ടി കുലുങ്ങണേ? ഓ എന്റെ പൊന്നേട്ടാ, ഇത്രയും പറഞ്ഞതൊക്കെ ഇപ്പൊ പറയണേ. അതല്ല, ഇവിടെ കുലുങ്ങണ എങ്ങനെയാ? കുലുങ്ങൂലേ? മണലല്ലേ? അതാണ് കേട്ടോ. അപ്പൊ നമ്മ മെട്രോ സ്റ്റേഷൻ. ഓ കണ്ട, സ്റ്റെപ്പ് വന്ന അടിയിലോട്ടാണ്. ഇത് ഞാൻ മറ്റേ നമ്മുടെ ഹോളിവുഡ് സ്റ്റൈലായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഈ പാലത്തിന്റെ അടി കൂടി ഒക്കെ ഉണ്ടോ പോകുന്ന? അടിപൊളി സംഭവം, കൊള്ളാം. ഇപ്പൊ എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. നേരം അങ്ങനെ ഇരുട്ടി തുടങ്ങി. ആൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല സുഖ ഉറക്കത്തിലാണ്. കുറച്ചേരം ഉറങ്ങട്ടെ, നമുക്ക് ശല്യപ്പെടുത്തണ്ട. ഉറങ്ങട്ടെ പാവം. കണ്ടോ, ഉറങ്ങുമ്പോൾ കളിപ്പാട്ടം കയ്യിൽ നിന്ന് മാറ്റില്ല കേട്ടോ, അടുത്ത് തന്നെ വെച്ചേക്കാണ്. ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണുറക്കുമ്പോഴും കളിപ്പാട്ടം അടുത്തുണ്ടോയെന്നാണ് ആദ്യം നോക്കാം. ഇപ്പതേ നമ്മൾ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി എന്നാണ്. അപ്പോൾ നമ്മൾ സൈറ്റിൽ നിന്ന് നേരെ വർക്ക്ഷോപ്പിലോട്ട് വന്നപ്പോൾ വണ്ടി അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഓഫീസിലിരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത്. നല്ല വർക്ക്ഷോപ്പ് ഓഫീസിൽ വെക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്, നല്ല രസമാണ്. നെക്സ്റ്റ് നമ്മൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം എത്തിയേക്കണത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാർ ആക്സസറീസ് ഒക്കെ സംഭവം, സ്പീക്കറും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ മറ്റേ സ്ക്രീനില്ലേ, ആ ഹോം സ്ക്രീൻ, ആ സ്ക്രീൻ ചെയ്യേണ്ട അവിടെ. പ്ലസ് സ്പീക്കർ നോക്കണ്ടെങ്കിൽ സ്പീക്കർ എക്സ്ട്രാ സെറ്റ് ചെയ്യണ്ടോയെന്ന് അറിയില്ല. അവിടെ എന്തായാലും പണികൾ ഓരോന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കൂടുതലും പബ്ലിക്കിൽ നിന്ന് ഒരുപാട് വ്ളോഗുകൾ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം സൗദിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്ക് കുറച്ച് ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 12:15 12 സോറി കേട്ടോ, 10:15 കഴിഞ്ഞിട്ടുണ്ട്. 10:15 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചേരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ പിന്നെ അവിടേക്ക് കുറേ മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൗദിയിലായതുകൊണ്ട് നമുക്ക് കുറേ പബ്ലിക്കിലിരുന്ന് വീഡിയോ എടുക്കാനായാലും പല കാര്യങ്ങളൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ പുറത്ത് നമ്മുടെ സൗദി കോബാറിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന പോലെയല്ല. പുറത്തോട്ട് ദമാമിലോട്ടോ റിയാദിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ക്ലോത്താണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. കാര്യം അതിൽ വരെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്.
അപ്പോ അപ്പൊ ഇന്ന് നല്ല ചൂടും വെയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര വെയിൽ ഇച്ചിരി പ്രശ്നമുള്ള ആളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വെയിലടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സ്കിന്നിൽ ഇങ്ങനെ കുത്തിക്കൊള്ളണ പോലെ നമുക്ക് പിന്നൊക്കെ വെച്ച് ഇങ്ങനെ കുത്തില്ലേ, അതേപോലെ എനിക്കൊക്കെ തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് വെയിലൊട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നല്ലപോലെ വെയിൽ കൊണ്ടെടുത്തുകൊണ്ട് പുതിയ പുതിയ പിമ്പിൾസ്, ഇവിടെയൊക്കെ പുതിയ പിമ്പിൾസ് വന്നിട്ടുണ്ട് സ്കിന്നിന്. പക്ഷെ ഞാൻ നല്ലപോലെ സൺസ്ക്രീനൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്താറുണ്ട്. പിന്നെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നല്ലപോലെ ഇന്ന് ടാനായനെ. പിന്നെ അങ്ങനെ പോകുന്നു. അപ്പോൾ സൗദിയിലൊക്കെ ഉള്ളവര് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ കോബാറൊക്കെ നമുക്ക് നല്ല സിറ്റി വൈബാണ്. അവിടെ നമ്മൾ കളിക്കണ പോലെ ഒന്നും പുറത്ത് ഇപ്പൊ റിയാദ് ദമാമൊക്കെ പോകുമ്പോൾ പറയാൻ പറ്റില്ല. പഴയ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിലായാലും അതൊക്കെ ശ്രദ്ധിക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാണ് പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഞാനിപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ പ്രിഫർ ചെയ്യും. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. നമ്മൾ കാറിലെ പണികളൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ കോബാറിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ പോണ വഴി ഇനി ഒരു ലാസ്റ്റ് കാണുന്ന ഒരു പമ്പിൽ നിർത്തി ഒന്ന് ഫ്രഷൊക്കെ ആയി. കാര്യം ഇനി അങ്ങോട്ട് ഫുൾ മരുഭൂമിയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെയൊക്കെ കയറി ഫ്രഷായി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. നോക്കട്ടെ, നല്ല സാധനം ഇവിടെ കൊല്ലാത്ത വണ്ടിക്കോ. നമ്മളുടെ യാത്രയൊക്കെ കഴിഞ്ഞു. നമ്മൾ റൂമിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30. ഉറങ്ങട്ടെ.